നമസ്തേ. പണ്ട് ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി. എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്. എല്ലാ ക്ലാസ്സിലും ടോപ്പ് വാങ്ങിക്കൊണ്ടിരുന്നൊരു കുട്ടിയാണ്. എൻജിനീയറിങ്ങിൻ്റെ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പഠിക്കുന്ന ഭാഗം തലയിലിരിക്കുന്നില്ല. ഭയങ്കര ടെൻഷനായി. ഫൈനൽ ഇയർ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന എഴുതാൻ പോകുന്ന സാഹചര്യം. അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, എൻജിനീയർ എന്ന് പറഞ്ഞൊരവസ്ഥ ഒരിക്കലും നിനക്കാകാൻ സാധിക്കത്തില്ല. ഒരിക്കലും നിനക്ക് എൻജിനീയർ ആകാൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് നല്ലൊരു മനുഷ്യനാകുകയും എൻജിനീയറിംഗ് എന്നുള്ള സ്കില്ല് കോപ്പി ചെയ്യാനും സാധിക്കും. ഇത് കേട്ടപ്പോൾ അവനുണ്ടായ ഒരു ആശ്വാസം. കാരണം എൻജിനീയർ ആകാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷെ നല്ലൊരു മനുഷ്യനാകാം. എൻജിനീയറിംഗ് എന്നുള്ള സ്കില്ല് കോപ്പി ചെയ്യുക, അത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ആശയം കിട്ടിയപ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. നമ്മളുടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം. പക്ഷേ ഈ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കണമെന്നും അത് എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് നിലവിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിലില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലുള്ള വ്യക്തികൾക്കുമില്ല. നമ്മൾ കൂടുതലും മോട്ടിവേഷണൽ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. മോട്ടിവേഷണൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി റിസൾട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ശാശ്വതമായിട്ട് നിരന്തരം മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ഒരു സംവിധാനം നമ്മളിൽ നിലനിൽക്കുന്നതിന് അറിയുക മാത്രം ചെയ്താൽ മതി. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ മാനസികാവസ്ഥ വളരുന്നത്. ശ്വാസം ഉള്ളിലോട്ട് കിടക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. അത് ശാരീരികമായിട്ടുള്ള അവസ്ഥയിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഈ മേഖലയെപ്പറ്റി വലിയ ഗ്രാഹ്യം നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല. നമ്മൾക്ക് സ്ഥാനം കൊടുത്താൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. പലപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത്, എൻജിനീയറാകുക, ഡോക്ടറാകുക, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനാകുക, അല്ലെങ്കിൽ ഒരു കലാകാരനാകുക, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മുൻപിൽ നിൽക്കുക, കോമ്പറ്റീഷൻ സ്പിരിറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പലപ്പോഴും കഴിവില്ലാത്തവരുടെ അംഗീകാരം നമുക്കെന്തിനാണ്? ഒരാളുടെ കഴിവ് നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എന്താണ്? അത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ കഴിവെന്താണെന്ന്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ കഴിവെന്താണെന്ന്. അപ്പം നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നമ്മുടെ കഴിവ് എവിടെയാണോ ബ്ലോക്കാകുന്ന ഭാഗം വരുമ്പോൾ നമ്മൾക്കറിയാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ശരീരത്തിൽ ഞാൻ റിസീവ് ചെയ്യുന്ന ശ്വാസത്തിൻ്റെ അളവ് ഇത്രയുമേ ഉള്ളൂ. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ഇതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. കാരണം ഇന്ന് വരെ നിലവിൽ ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ കേൾക്കാത്തൊരു കാര്യമായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ വരും. ഇത് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ അകത്തുകൂടി കറക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എസൻസ് കയ്യിലോട്ട് കിട്ടത്തില്ല. നിങ്ങൾക്കിത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും അതിന് സ്ട്രെസ്സ് കൊടുത്ത് എടുത്തു പറയുന്നത്. അതായത് നമ്മുടെ ശ്വാസം ഉള്ളെടുക്കുമ്പോൾ നമ്മുടെ ലങ്സ്, ചെസ്റ്റ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ച് സമയം എക്സ്പാൻഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോഡിയിലുള്ള എനർജി സിസ്റ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറൽ ഫോർമേഷൻ്റെ ഭാഗത്ത് മാറ്റം വരും. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഈ വഴിക്ക് വരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒത്തിരി ക്ലാരിറ്റി എനിക്ക് തരാൻ പറ്റും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, മറ്റുള്ളവരും ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ആശയത്തിൻ്റെ പാപ്പരത്വം, ഇവിടെയൊക്കെ നമുക്ക് അനായാസം മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അനന്തമായിട്ട് സാധ്യതയുള്ളൊരു ഭാഗമാണ്
നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സവിശേഷത തിരിച്ചറിയാൻ സാധിച്ചാൽ, അപ്പോൾ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ബോഡിയിലുള്ളത് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ബ്ലഡിൻ്റെ സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം അനുഭവപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇടപെടുന്ന കാര്യത്തിലുള്ള സുതാര്യത മെച്ചപ്പെടുന്നത്. കൂടുതൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സന്തോഷത്തോടെ ആനന്ദത്തോടെ ചെയ്യാനും സാധിക്കും. പലപ്പോഴും കുടുംബജീവിതത്തിൽ കാണുന്നത്, ദാമ്പത്യത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മറ്റൊരാളെ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ്. മറ്റൊരാളെ നിയന്ത്രിക്കാൻ നോക്കുന്നത് നമ്മളിൽ വലിയ പ്രാതിഥ്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെ അവസ്ഥ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അടുപ്പമല്ല, അകൽച്ചയാണ് ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ താല്പര്യം പലപ്പോഴും അയാൾ ഒളിച്ചും മറച്ചും ചെയ്യാൻ തുടങ്ങും. ഇയാളുടെ ആഗ്രഹങ്ങൾ ഇയാൾ ഷെയർ ചെയ്യാതെ തുടങ്ങും. അടുത്ത് നിൽക്കുന്ന ആളായിട്ട് ഷെയറിങ് കുറയാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത് നിൽക്കുന്ന ആളോട് തുറന്നു പറയാൻ പറ്റാത്തതോടെ തുറന്നു പറഞ്ഞാൽ അയാളുമായിട്ടുള്ള ബന്ധത്തിനകത്ത് കോട്ടം വരും. പക്ഷെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെയൊക്കെ ചെയ്യണം, എനിക്കത് വേണം, ഇത് വേണം. അയാൾ പല എക്സ്ക്യൂസും ഒരു പക്ഷേ പറയും, സാമ്പത്തികമായിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ. ഈ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നതിനാണ്, അത് അയാളുടെ സുഖത്തിനാണ് അയാളുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. മറ്റാളുടെ അവസ്ഥയിൽ അയാൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതാണ്. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാനുള്ള സാമ്പത്തികമുണ്ട്. പക്ഷെ ബഡ്ജറ്റിൻ്റെ ഭാഗം അയാൾക്ക് മാത്രമേ തീരുമാനിക്കാനുള്ളൊരു അവകാശമുള്ളതുപോലെ. ഇതിന് കാരണം എന്താണ്? അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ അവനവൻ്റെ ആവശ്യം എന്താണോ അതുപോലെ തന്നെ അടുത്തൊരാളുടെ ആവശ്യം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കൂട്ടായ്മ. രണ്ടുപേരുടെയും ആവശ്യം ഒന്നാകണം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ രണ്ടുപേരുടെ ആവശ്യം ഒന്നാക്കാവുന്നത് എവിടെയാണ്? നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് ചേരുകയാണെങ്കിൽ അവിടെ ഒന്നാവും. അവിടെയാണ് കുടുംബം രൂപം കൊള്ളുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളത്. 2 പേരായിക്കോട്ടെ, 10 പേരായിക്കോട്ടെ, 10 പേര് വന്നാലും ഇത് ഒരുപോലെ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും വിവാഹത്തിൻ്റെ ഭാഗത്ത് ഒരാണും ഒരു പെണ്ണും എന്നുള്ള രീതിയിലാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാണും ഒരു പെണ്ണും വിവാഹം കഴിക്കുന്നത് അങ്ങനെ. ഈ വിവാഹമെന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെ നമ്മൾക്ക് നമ്മളോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ടായത്. നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ള വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഒരാളെ കല്യാണം കഴിച്ചൊരു ബോണ്ടേജ് ഉണ്ടാക്കി വെക്കുന്നത്. ആ ബോണ്ടേജിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ പിന്മാറാൻ പാടില്ലെന്ന് നമ്മൾ എഴുതി ഒപ്പിടുകയും. ഇത് തന്നെ നമ്മുടെ വിശ്വാസവഞ്ചനയുടെ തുടക്കം. അത് തന്നെ നമുക്ക് നമ്മളെപ്പറ്റിയുള്ള അറിവ് ഇത്രയേ ഉള്ളൂ. കാരണം ഒരാളുമായിട്ട് അടുത്താൽ അയാളെ ഞാൻ ചതിക്കും, അല്ലെ അയാളെ വഞ്ചിക്കും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഇവിടെ മൂന്നാമതൊരാളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ തന്നെ ഒരു സാക്ഷ്യം വേണ്ടി വരുന്നത്. അപ്പോൾ മനുഷ്യൻ എത്രത്തോളം പരാജയപ്പെട്ടെന്നുള്ളതാണ്. മനുഷ്യൻ എന്തോരം പരാജയപ്പെട്ടു. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില സംവിധാനങ്ങൾ അത് വരുത്തി വെക്കുന്ന നാശം. വിവാഹം കഴിച്ച് ഒരു ഉടമ്പടിയിൽ കയറി ഒരു ഉടമ്പടിയിൽ നമ്മൾ ഇടപെടാൻ തുടങ്ങി. അത് പ്രകാരമുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എത്രയോ ആണുങ്ങൾ, പുരുഷന്മാർ, കല്യാണം കഴിച്ച ഭർത്താക്കന്മാർ മറ്റുള്ള പരസ്ത്രീ ബന്ധത്തിന് പോകുന്നുണ്ട്. സ്വന്തം ഭാര്യയോട് പറയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ശതമാനം എങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എപ്പോഴും ഒരു ഒളിച്ചുകളിയല്ലേ. ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന കോട്ടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? കാരണം അവൻ ഒരു കാര്യം ഒളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മാനസികാവസ്ഥ സ്വസ്ഥതയിലായിരിക്കത്തില്ല. ഒളിക്കാതെ തുറന്ന് കാര്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് തുറന്നു പറയുകയും അത് പങ്കുവെച്ച് ജീവിക്കാൻ സാധിക്കുക ജീവിതത്തിൻ്റെ ഏറ്റവും സൂപ്പർ ഭാഗം അതാണ്. ഇതിലോട്ട് പോകുക. ഇത് ഞാനിപ്പോഴും വിവാഹത്തിൻ്റെ ഭാഗം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കാൻ താല്പര്യമുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കുക. ഇനി വിവാഹം എന്ന് പറഞ്ഞൊരു ഉടമ്പടി വെച്ചിട്ട് എവിടെയും ചെന്ന് അവസാനിക്കുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളെ പറ്റത്തില്ല. ഇങ്ങനെ മാറിപ്പോവുകയാണ്. ഇവിടെ എന്താ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്?
രണ്ട് മനുഷ്യർ തമ്മിൽ ചേരാതിരിക്കാനുള്ള കാരണം എന്താണ്? രണ്ട് മനുഷ്യർ തമ്മിൽ ചേരുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അപ്പോൾ രണ്ട് മനുഷ്യർ തമ്മിൽ ഇവിടെ ചേരുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ലാത്തത്. ഈ ഭാഗവും അല്ലെങ്കിൽ ഇതിനെ തുടർന്നുള്ള ഏത് വിഷയത്തെയും എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വിശദീകരിച്ച് തരുവാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടെന്ന് നിങ്ങളെ ഞാനിപ്പോൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് എപ്പിസോഡുകൾ ഇങ്ങനെ തുടരാനുള്ള താല്പര്യമുണ്ട്. കൂടുതൽ പൊതുജനങ്ങളുമായിട്ട് അടുക്കുക എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇത് ബെനിഫിറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.